ഹമാസ് നിർദ്ദേശം അംഗീകരിക്കുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. അമേരിക്കയുടെ കൂടി പിന്തുണയോടെ വെടിനിർത്തൽ നടപ്പാക്കാനാണ് നീക്കം. ഹമാസ് ബന്ദികളെ കൈമാറാത്തതിനെ തുടർന്ന് വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ ഈ മാസം 18 മുതൽ ഗാസയിൽ രൂക്ഷമായ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനത്തിന് കാരണം ഹമാസ് ആണെന്നാരോപിച്ച് വടക്കൻ ഗാസയിൽ ജനങ്ങൾ ഹമാസിനെതിരെ തെരുവിലിറങ്ങിയതും ഹമാസിന് തിരിച്ചടിയായി. വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ഇതുവരെ 900 പേരാണ് മരിച്ചത്. ആദ്യഘട്ടത്തിൽ ഹമാസ് 33 ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹമാസ് ചില ബന്ദികളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമമെന്ന അഭ്യൂഹം. പുടിന്റെ വാഹന വ്യൂഹത്തിലെ ലിമോസിൻ കാർ കത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പുടിൻ കൊല്ലപ്പെടുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് കാർ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതും അഭ്യൂഹം പ്രചരിച്ചതും. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഓഫീസിന് മുന്നിൽ ഇന്നലെയാണ് കാർ സ്ഫോടനത്തിൽ തകർന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാർ സ്ഫോടനത്തിൽ തകർന്നത് പ്രസിഡന്റിന്റെ സുരക്ഷയിൽ ആശങ്കയുയർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.